മരിച്ചു എന്റെ പൊന്ന്. വേറെ ഇതിലായിട്ടും പോയല്ലോ മനുഷ്യന്റെ. തിയേറ്ററിൽ തന്നെ ഒന്നാണ് അടിപൊളിയായിട്ട് എന്റെ പടം എങ്ങനെയുണ്ട്? ബാലൻസ് ഒക്കെ എങ്ങനെയാ? അടിപൊളി പടം. കേരളത്തിന്റെ റബൽക്കിന് ഉണ്ണിമുഖത്തരാണ്. നമ്മുടെ വയലൻസ് ആണ് കേരളത്തിൽ ഇത്രയും വയലൻസ് ആണ് നമ്മൾ പ്രതീക്ഷ. അത്രയ്ക്ക് ചില സീനിൽ നമ്മൾ കണ്ണടച്ചൊക്കെ പോകും. എന്താ പറയാ, ആക്ഷൻ പടം ഇഷ്ടപ്പെടുന്ന, വയലൻസ് ഇഷ്ടപ്പെടുന്നവർ കണ്ടില്ല. അതും കൊച്ചു കുട്ടികളൊന്നും ഈ പടം കാണിക്കാൻ പറ്റുള്ളൂ. സ്ത്രീകൾക്കൊന്നും ചില ഒരു സീനൊന്നും അതൊന്നും കാണാൻ പറ്റില്ല. അത്രക്കൊരു വയലൻസ് ഉണ്ട്, പക്ഷെ അത്ര കണ്ടിരിക്കുന്ന രീതിയിലുള്ള വയലൻസേ ഉള്ളൂ. കൊറേ പേര് പറഞ്ഞു ചില സീനുകളിൽ കണ്ണു പൊത്തിപ്പോയി, എന്തോ ഭയങ്കര ഇതായി പോയെന്നൊക്കെ ഓരോരുത്തർ പറയുന്ന അഭിപ്രായം. അതിനുള്ളതുണ്ടോ സിനിമയിൽ അങ്ങനെ ഒരു? കേട്ടില്ല സിനിമ. ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ, ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുന്ന സംഭവങ്ങളായിട്ടും. All actors were very good, and my son was debuting in this movie. He did too good. Unni Mukundan nailed it. Too good. അടിപൊളിയാണ്. ബട്ട് കുറച്ച് വയലൻസ് കൂടി പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം നമുക്കൊരു ഫാമിലി ഇത്രയും വയലൻസ് മലയാള സിനിമയിലെ എക്സ്ട്രീം വയലൻസ് ആയിട്ടുള്ളൊരു പടമാണ്. പക്ഷെ ഉണ്ണിമുകുന്ദൻ എല്ലാവരും അടിച്ചു പൊളിച്ച് ആക്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷെ വയലൻസ് കുറച്ച് കൂടി പോയോ എന്നുള്ളൊരു അഭിപ്രായമാണ്. താങ്ക് യു. ഇത്ര വയലൻസ് ഇതിനു മുമ്പ് മലയാള സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇത്രയും എക്സ്ട്രീം ലെവൽ വയലൻസ് നമുക്ക് ഒരു മലയാള മൂവിയിലും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു മൂവി കണ്ടിട്ടില്ല. അപ്പം പടം സസ്പെൻസാണ്, ത്രില്ലിങ്. സസ്പെൻസ് ശരിക്കില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ ഇതിലൊരു എന്താ പറയുക, മുൻകൂട്ടി തന്നെ ഒരു ഇത് കണ്ടിട്ടുണ്ട്, ഇവരാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉള്ളത്. അപ്പം സസ്പെൻസ് ഇല്ല, പക്ഷെ ത്രില്ലറാണ്, വയലൻസാണ്. ഏറ്റവും നമുക്ക് എന്താ പറയുക, എടുത്തു പറയേണ്ട ഒരു കാര്യം വയലൻസ് മൂവി. പക്ഷെ എല്ലാവരും നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും നമ്മുടെ ഒരു മസിൽ സ്റ്റാർ എന്നൊക്കെ പറയാറില്ല, അതുപോലെ ഒരു ആക്ഷൻ, ഒരു അപ്കമിങ് മലയാളം മൂവിയിൽ ആക്ഷൻ ഹീറോ ആയിട്ട് വരാൻ സാധ്യത ഉണ്ണിമുകുന്ദനാണ്. ഓക്കെ, താങ്ക് യു. മലയാളം സിനിമയിലെ ഒരു ബെഞ്ച് മാർക്ക് ആവട്ടെ. ഞാൻ അധികം പറയുന്നില്ല, കാരണം ഞാൻ ഇതിൽ പടത്തിലൊരു ഭാഗമായതുകൊണ്ട്. പക്ഷേ ഇതൊരു ബെഞ്ച് മാർക്ക് ആവട്ടെ. ഷെരീഫ് ഖാനോടും ഉണ്ണിച്ചേട്ടനോടും അനീസ് സാർ എല്ലാവരും പൊളിച്ച്, നിങ്ങളെല്ലാവരും ന്യൂസ് സ്പ്രെഡ് ചെയ്യുക, മാർഗം എല്ലാവരും അല്ലേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പറയാനില്ല, നമ്മുടെ മറ്റുള്ള ഭാഷകളിലൊക്കെ ഇതേപോലത്തെ വയലന്റ് മൂവീസ് വരുമ്പോൾ മലയാളികൾ ഓടിപ്പോയി കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളത്തെ അഭിമാനിക്കാൻ ഒരു വയലന്റ് മൂവി വിത്ത് എ ഗ്രേറ്റ് സ്റ്റോറി. വെരി ഇംപ്രസ്, വെരി ഹാപ്പി. അതിലൊരു ചെറിയ പാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ആക്ച്വലി ഒന്നും പറയാനില്ല. ഷെരീഫ്, ഉണ്ണി ആൻഡ് ഹനീഫ് ഓൾ ലൈക്ക് ഗുഡ് ജോബ് എവറിബഡി. അല്ല, ഈ സിനിമയിൽ വയലൻസിന് ബാക്ക്ഗ്രൗണ്ട് പറയുന്ന ഒരു ഫാമിലി ബോണ്ട് ഉണ്ട്. എത്രത്തോളം ഫാമിലി ബോണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത്. ഫാമിലി ബോണ്ട് കാരണമാണ് ഇത്രയും വയലൻസ് കാണിക്കുമ്പോഴും നമുക്ക് ശരിക്കും ഒരു കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആ ഇമോഷൻസും ഉണ്ട് അതിൽ, വെറും വയലൻസ് അല്ല, വിത്ത് ഇമോഷൻസ്. സോ ഇറ്റ്സ് ലൈക്ക് മോർ ഇമ്പാക്ട്. ഗ്രേറ്റ് മൂവി. താങ്ക് യു സോ മച്ച്. ബേബിജീൻ്റെ മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, ബ്ലഡ് എന്ന് പറഞ്ഞൊരു ഇതൊന്നുമില്ല, അതൊക്കെ വെറുതെ കിട്ടില്ല. അതൊക്കെ അടിപൊളിയായിരുന്നു. ഫൈറ്റ് ഉണ്ടല്ലോ, ശരിക്കും ഒരു ബോളിവുഡ് സിനിമ നമ്മൾ അതിൽ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ ഫൈറ്റിങ്. മലയാളത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു ഫൈറ്റിങ് കണ്ടില്ല. നല്ല കിട്ടില്ല മേക്കിംഗ് ആണ്. പക്ഷേ ഒരു എന്താ ഒരു ഫാമിലി ഓഡിയൻസിന് അത്ര ഒരു വർക്കൗട്ട് ആവില്ല. വയലൻസ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഒട്ടും എന്താ ഇല്ല, മോശമാക്കിയില്ല. അത് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു സൂപ്പറാണ്. ടോട്ടലി ഒരു വയലൻസ് മൂവിയാണ്. ഉണ്ണിമുകുന്ദൻ്റെ നല്ല അടിപൊളി ആക്ഷനാണ്, നല്ല കിടിലം പെർഫോമൻസ് ആണ്, നല്ല അടിപൊളി ഫൈറ്റ്. ഇംഗ്ലീഷ് പടത്തിന് വെല്ലുന്ന മേക്കിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. അവസാന റൗണ്ടിലുള്ള ഫൈറ്റിങ് ശരിക്കും നമ്മൾ KGF കണ്ടില്ലേ,
അതേ മേക്കിംഗ് ആണ്, കിട്ടില്ലനാണ്. പെർഫോമൻസ് നല്ല അടിപൊളിയാണ്. ഫാമിലി ടച്ച് ഇല്ല, ഫാമിലിക്ക് അത്ര പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ അതിൽ അങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ സ്ത്രീകൾക്കൊന്നും എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റും തോന്നിയില്ല.